بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിവിൻ്റെ പരമാവധി നല്ല മുഅ്മിനായി, മുവഹിദായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. കൂടുതൽ പ്രയത്നവും അധ്വാനവും പരിശ്രമവും മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം സർവശക്തനായ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പാപികളും ദോഷികളുമായ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന ബോധം, ആ റബ്ബിൻ്റെ മുമ്പിലേക്ക് കണ്ണുനീരോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാൻ മടി കാണിക്കരുത് എന്നുകൂടി റബ്ബിനോട് കരഞ്ഞ് കരഞ്ഞ് ചോദിക്കുന്ന, നീട്ടിയ കരങ്ങളെ, ഉയർത്തിയ കരങ്ങളെ ശൂന്യമാക്കി മടക്കാൻ അള്ളാഹുവിന് നാണമാണ് എന്ന് പറഞ്ഞ, അത് പഠിപ്പിച്ച മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ നാം അന്വർത്ഥമാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ധാരാളമായി പരലോകത്തെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ആ പ്രവർത്തനം അള്ളാഹു ഖബൂൽ ചെയ്യാതെ പോയാൽ, എത്രയോ സമയം മുമ്പ് നമ്മൾ പള്ളിയിൽ വന്നിരുന്നു, ഒരുപാട് മനുഷ്യർ സുഖമായി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എണീറ്റ് രാത്രി നമസ്കാരം നിർവഹിച്ചു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി ധർമ്മം ചെയ്തു. അതാരുടെയും പ്രശംസ പിടിച്ചു പറ്റാനോ ഏതെങ്കിലും ആളുകളെ നമ്മളെ വാഴ്ത്തി പറയാനോ വേണ്ടിയല്ല. എല്ലാം നൽകിയ റബ്ബിൻ്റെ മുമ്പിൽ റബ്ബിനോട് നന്ദിയുള്ളൊരടിമയായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി പള്ളിയിലേക്ക് വന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. അനാരോഗ്യമുള്ളവർ ഈ പള്ളിയിലുണ്ട്. അസുഖമായി വീട്ടിൽ കിടക്കുന്ന ഉമ്മയും വാപ്പയുമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ഹോസ്പിറ്റലിൽ ഇപ്പോഴും അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്നവരുണ്ട്. താൻ അധ്വാനിച്ചുണ്ടാക്കിയത് റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ളവർ ഒരുപക്ഷെ ഈ പള്ളിയിലുണ്ടാവാം.
ഒരു അസുഖം വന്ന് ഏതിലൂടെ എൻ്റെ പണം പോയി എന്നറിയാതെ കൈമലർത്തുന്ന മനുഷ്യർ ലോകത്തുണ്ട്. സഹോദരങ്ങളെ, ഇനി എന്ത് ചെയ്യും? എൻ്റെ അസുഖം നിർണയിക്കപ്പെട്ടിരിക്കുകയാണ്. കിഡ്നി സംബന്ധമായ അസുഖമാണ്, ക്യാൻസർ സംബന്ധമായ അസുഖമാണ്, അതല്ലെങ്കിൽ ചില മാരകമായ അസുഖങ്ങളാണ്. നിത്യജീവിതത്തിന് വേണ്ടി തന്നെ കഷ്ടപ്പെടുന്ന ഞാൻ ഈ ട്രീറ്റ്മെന്റിന്റെ ചെലവെങ്ങനെ കണ്ടെത്തുമെന്ന് ആലോചിച്ച് മാനസികമായി തളരുന്നവർ ലോകത്തുണ്ട്. അള്ളാഹു നമ്മെ ഏറെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കടുത്ത പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നത് വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ക്ഷമിക്കാനും അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഓർക്കുവാനും കഴിഞ്ഞുപോയ എൻ്റെ ജീവിതം പാസ്റ്റ് റബ്ബ് വരച്ച വരയിൽ നിന്ന് ചില എഡ്ജുകൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കുവാനും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തിരുത്തുവാനും വേണ്ടിയുള്ളതായിരിക്കാം ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ. അതും മനസ്സിലാക്കാതെ പോയാൽ പിന്നീട് ഒരുപക്ഷെ നമുക്ക് കരകയറാൻ പറ്റാതെ വരും. അതുകൊണ്ട് ജീവിതത്തിൽ ഏൽക്കുന്ന ചെറുതും വലുതുമായ ആഘാതങ്ങൾ എൻ്റെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഒരു പരീക്ഷണത്തിന്റെ ചെറിയ ഭാഗമാണ് എന്ന് ഒരു വിശ്വാസി തിരിച്ചറിയുമ്പോഴാണ് അവിടെ വിജയമുണ്ടാകുന്നത്. കുറെ പ്രവർത്തിച്ചിട്ട് അവസാനം അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം ധൂളികളായി കൂട്ടിയിട്ട വെണ്ണീർ പോലെ ചാരം പോലെ പറന്നു പോകുന്ന ഒരു ടീമുണ്ട് എന്ന് അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഖുത്ബയിൽ കേൾപ്പിക്കും. പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നത് ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, നബിയെ പറഞ്ഞു കൊടുക്കൂ, പ്രവർത്തിച്ചിട്ട് എല്ലാം നഷ്ടമായ ടീമിനെ കുറിച്ച് വിവരമറിയിച്ചു കൊടുക്കൂ പ്രവാചകരെ. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ നല്ല പ്രവർത്തനമാണ് എന്നാണ്. പക്ഷേ പ്രവർത്തിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു ടീമിനെ കുറിച്ച് വിവരമറിയിച്ചു കൊടുക്കൂ പ്രവാചകരെ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. പ്രവർത്തിച്ചിട്ട് എല്ലാം നഷ്ടമായ ഒരു ടീം എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ നേരത്തെ പള്ളിയിലെത്തി എന്ന് ഞാൻ പറഞ്ഞു. സുബഹിയുടെ ജമാഅത്തിന് പള്ളിയുടെ എത്രയോ കിലോമീറ്റർ അപ്പുറം നിന്ന് നടന്നും വാഹനങ്ങളിലുമായി പള്ളിയിലേക്ക് വരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. റബ്ബ് സ്വീകരിക്കാതിരുന്നാൽ അതൊന്ന് പരിഗണിക്കണേ എന്ന് പറയാൻ ആരുമില്ല പ്രിയപ്പെട്ടവരെ. റബ്ബിന്റെ കോടതിയിൽ അത് റബ്ബ് പരിഗണിക്കുന്നില്ലെങ്കിൽ അതൊന്ന് പരിഗണിക്കണേ അല്ലാ എന്ന് പറയാൻ ഒരാളും റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വേണ്ടി ശബ്ദമുയർത്താനുണ്ടാവുകയില്ല. അത് നീതിപൂർവമായ കോടതിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ഹദീസിലൂടെ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഈ ഖുത്ബയിൽ ഇത് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അൻ സൗബാൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അന്നഹു ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമഹ ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത ബീളൻ. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ എല്ലാവരും. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ജനവിഭാഗം വരുമെന്ന് എനിക്കറിയാം, അള്ളാഹു എന്നെ അറിയിച്ചു തന്നിട്ടുണ്ട്. ആരാ പറയുന്നത്? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ഖൗമിനെ, അഖ്വാമിനെ, ജനവിഭാഗങ്ങളെ കുറിച്ച് എനിക്കറിയാം. അല്ലാഹു അറിയിച്ചു കൊടുത്തതാ. എന്താ ഇവിടെ പ്രത്യേകത?
യഅ്തൂന യൗമൽ ഖിയാമ ബിഹസനാത്ത്, നന്മകളുമായി നാളെ പരലോകത്ത് അവർ വരും, അവരെ കൊണ്ടുവരും. എങ്ങനെയാണ് അവരുടെ നന്മയുള്ളത്? അംസാലി ജിബാലിൻ, അംസാലി ജിബാലി തിഹാമ തബീള, തിഹാമ പർവ്വത നിരകളെ പോലെ വെളുത്ത നിർമ്മലമായ ധാരാളം അമലുമായി തിഹാമ പർവ്വത കണക്കെയുള്ള പ്രവർത്തനങ്ങളുമായി അവർ വന്നു നിൽക്കും, നന്മകളുമായി അവർ വന്നു നിൽക്കും. തിഹാമ പർവ്വത നിരകളെ പോലെ നന്മകളുടെ കൂമ്പാരവുമായി പർവ്വതം കണക്കെ അവൻ നാളെ പരലോകത്ത് വന്നു നിൽക്കും. പക്ഷേ അല്ലാഹു തആല ആ പർവ്വത തിഹാമ പർവ്വതം പോലെയുള്ള നന്മകൾ ചെയ്തു എന്ന് വിചാരിക്കുന്ന ആ മനുഷ്യരുടെ പ്രവർത്തനങ്ങളുമായി നാളെ പരലോകത്ത് വന്നു നിൽക്കുമ്പോ റബ്ബ് അവരുടെ പ്രവർത്തനങ്ങളെ ആക്കിക്കളയും. ഹബാഅം മൻസൂറാ, പാറിപ്പോകുന്ന ധൂളികളെ പോലെയാക്കി തീർക്കും. അവർ വലിയ പ്രവർത്തനങ്ങളുമായി റബ്ബിന്റെ കോടതിയിൽ വന്നു നിൽക്കുകയാണ്. പക്ഷേ റബ്ബ് കൂട്ടിയിട്ട വെണ്ണീറുകൾ പാറിപ്പോകുന്നത് പോലെ ധൂളികളാക്കി അവരുടെ പ്രവർത്തനങ്ങളെ മാറ്റും. ഖാല സൗബാൻ, ഉടനെ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്ന് വിളിച്ചിട്ട് ചോദിച്ചു, സിഫ്ഹും ലനാ, അവരെ പറ്റി ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരുമോ, വിവരിച്ചു തരുമോ? ജല്ലിഹിം ലനാ, എന്തിന്? അല്ലാ നഖൂന മിൻഹും വനഹ്നു ലാ നഅലം, നിങ്ങൾ പറഞ്ഞ ഒരുപാട് പ്രവർത്തിച്ചിട്ട് ഇവിടെ ഈ പ്രയോഗം എന്താ? തിഹാമ പർവ്വതം പോലെ ഹസനാത്തുകളുമായി വന്നു നിൽക്കുമാ, നന്മകളുമായി വന്നു നിൽക്കുന്ന ആ ടീമുണ്ടല്ലോ നബിയെ, ആ ടീമിന്റെ പ്രവർത്തനങ്ങളെല്ലാം ധൂളികളാക്കി പാറിപ്പോകുന്ന ഒരവസ്ഥ നാളെ പരലോകത്ത് റബ്ബാക്കുമെന്ന് പറഞ്ഞപ്പോ ഉടനെ ചോദിച്ചു, നബിയെ ആരാണ് അവർ? ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരുമോ? ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരുമോ? എന്തിന്? ഞങ്ങൾ അറിയാതെ ആ വിഭാഗത്തിൽ പെട്ടുപോകാതിരിക്കാനാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഉടനെ പ്രവാചകൻ പറഞ്ഞു, ഖാല അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. ആരാണ്? പരലോകത്ത് പ്രവർത്തന കുമ്പാരങ്ങൾ ധൂളികളായി പറന്നുപോയി നിഷ്ഫലമായി, അതേ ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പരലോകത്ത് നിൽക്കുന്നവർ ആരാണ്? അപ്പൊ പ്രവാചകന്റെ മറുപടി, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമിൻ ജിൽദതികും, അവർ നിങ്ങളുടെ വിഭാഗത്തിലും വർഗത്തിലും പെട്ടവരാണ്. പക്ഷേ എന്നിട്ടും എന്ത് സംഭവിച്ചു? അതാണ് വളരെ ഗൗരവമായി ഓർക്കേണ്ട വാക്ക്. എന്താ പറഞ്ഞത്? അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവർ നിങ്ങളുടെ വിഭാഗത്തിലും വർഗത്തിലും പെട്ടവരാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രി നമസ്കരിച്ച പോലെ രാത്രി ഉറക്കമൊഴിച്ച് നിസ്കരിച്ചവരാണവർ. നിങ്ങൾ രാത്രി ചെലവഴിച്ചതുപോലെ ചെലവഴിച്ചവരാണവർ. നിങ്ങൾ രാത്രി ഉപയോഗിച്ചതുപോലെ ഉപയോഗിച്ചവരാണവർ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്നഹും മഖ്വാമുൻ, ആ ജനവിഭാഗത്തിന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? ഇദാ ഖലൗ ബിമഹാരിമില്ലാ, ഇദാ ഖലൗ, അവരൊറ്റക്കായാൽ, അവരൊഴിഞ്ഞിരുന്നാൽ, ആരും അവരെ കാണാനില്ലെങ്കിൽ രഹസ്യമായ അവരുടെ ജീവിതത്തിൽ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അല്ലാഹു വെച്ച എല്ലാ ഹറാമിന്റെ പരിധികളെയും പരിമിതികളെയും അവർ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർ നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യന്മാരാണ്. നിങ്ങളുടെ കൂടെ നിസ്കരിക്കാനുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാനുണ്ട്, രാത്രി വരെ നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ അവർ ഒറ്റക്കായാൽ പടച്ചവൻ വെച്ച എല്ലാ അതിരുകളും അവർ ലംഘിക്കും. അവന്റെ കയ്യിൽ സ്മാർട്ട് ഫോണാണ്, രാത്രി അവൻ ഒറ്റക്കാണ് ബെഡ്റൂമിൽ, നിസ്കാരം വരെ നടത്തിയാളാ, ഇശായിന്റെ ജമാഅത്തിന് നേരത്തെ എത്തിയാളാ, സുബൈക്ക് ജമാഅത്തിന് പള്ളിയിലെത്തുന്ന ആളാ. പക്ഷേ രാത്രി ഒറ്റയ്ക്ക് ബെഡ്റൂമിൽ തന്റെ മൊബൈലിൽ, പ്രിയപ്പെട്ടവരെ, ഓരോ സൈറ്റിൽ കയറി ചെന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നിന്റെ കണ്ണിന് ഹറാമാണ്, നിന്റെ കൽബിന് ഹറാമാണ്, നിന്റെ കാതിന് ഹറാമാണ് എന്ന് പറഞ്ഞത് ഒറ്റക്കായപ്പോൾ അവൻ ആസ്വദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കാർക്കും അറിയില്ല. റബ്ബ് പറയാ, അതെനിക്കറിയും. ഓരോരുത്തരും ഭയപ്പെടേണ്ടതാണ്, ഓരോരുത്തരും ഭയപ്പെടേണ്ടതാണ്.
നിസ്കാരമുള്ള, നോമ്പുള്ള, പടച്ചവനെ ഭയമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് അവനൊറ്റക്കാകുമ്പോ, സാഹചര്യം ഒത്തു വരുമ്പോ ഒരു സ്ത്രീ അവന്റെ മുമ്പിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ അവനെ പ്രലോഭിപ്പിച്ചു, അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് പ്രലോഭനം നടത്തി. വേറെ ആരും കാണാനില്ല, അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം ഒരു മുസ്ലിമിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതൊക്കെ മറന്നു പോകുമല്ലോ പിശാച് ഇടപെടുമ്പോ. അപ്പോൾ അവർ രണ്ടുപേരും മാത്രമാണ്, ആരും അവരെ കാണാനില്ല, ശ്രദ്ധിക്കാനില്ല. അപ്പൊ എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് പടച്ചവനെ ഭയപ്പെട്ടോ റബ്ബ് കാണുന്നുണ്ട് എന്ന വിളിയാളും എന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുമോ? ഇല്ലെങ്കിൽ പ്രവർത്തന കൂമ്പാരങ്ങളുമായി വന്നു നിൽക്കുമ്പോ പടച്ചവൻ പറയും, നീ എല്ലാറ്റിനും ഉണ്ടായിരുന്നു, പക്ഷെ നീ ഒറ്റക്കായപ്പോ നീ ഞാൻ വെച്ച സർവഹറാമിന്റെ കടമ്പകൾ മുറിച്ചു കടന്ന്, പരിധികൾ മുറിച്ചു കടന്ന് പോയിട്ടുണ്ട് നിന്റെ സ്വകാര്യതയിൽ. അതുകൊണ്ട് നിന്റെ അമലി ഇവിടെ സ്വീകാര്യമല്ല എന്ന് പറയുന്ന ഒരവസ്ഥ നാളെ പരലോകത്ത് വരും. സർവശക്തനായ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് ചെറിയ കാര്യമല്ല, ഇത് ചെറിയ കാര്യമല്ല. പിശാച് ഇങ്ങനെ ഒരു മുസ്ലിമിനെ ശിർക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ നോക്കും. കിട്ടുന്നില്ലെന്ന് കണ്ടാൽ പിശാച് ആ സ്റ്റെപ്പ് ഒഴിവാക്കി അടുത്ത സ്റ്റെപ്പാകുന്ന ബിദ്അത്തിലേക്ക് അവനെ വിളിക്കും. കണ്ടില്ലേ എന്തൊരു ആവേശമായിരിക്കും മനുഷ്യർക്ക്. ഞാൻ സാന്ദർഭികമായിട്ട് പറയാ, റജബ് വന്നപ്പോ ഇല്ലാത്ത നോമ്പെടുക്കാൻ മുസ്ലിങ്ങൾക്ക് ആവേശല്ലേ? മദ്രസയിൽ മീറ്റിംഗ് അല്ലേ? രക്ഷിതാക്കളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് പറയാണ്, ദാ 27-ാം രാവിലെ നോമ്പുണ്ട്. പറഞ്ഞില്ലേ നമ്മളെ നാട്ടിലൊക്കെ മെഹറാജിന്റെ നോമ്പാണ്. അങ്ങനെ നോമ്പുണ്ടോ? ഒരു സ്വഹീഹായ ഒരൊറ്റ ഹദീസ് പോലും ആ വിഷയത്തിൽ വന്നില്ലെന്ന് മാത്രമല്ല, പണ്ഡിതന്മാരായ മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞു ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസല്ലാതെ, കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസല്ലാതെ ഒരു സ്വഹീഹായ ഹദീസ് പോലും അതിനില്ല. എന്നാ എല്ലാ തിങ്കളാഴ്ചയും നോമ്പില്ലേ? സുന്നത്ത് നോമ്പ്, അതിന് ആവേശമുണ്ടോ മുസ്ലിങ്ങൾക്ക്? അതാ ബിദ്അത്തും സുന്നത്തും തമ്മിൽ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. ഇനി നമ്മളിപ്പോ ഷഅബാനിലേക്ക് കയറി, ഇനി ഷഅബാനിൽ ഇല്ലാത്ത നോമ്പ് എന്ന് പറഞ്ഞ് ഒരു നോമ്പ് വരും. അതിന് ഭയങ്കര ആവേശമായിരിക്കും ആളുകൾക്ക്. എന്താ കാരണം? അത് ഇല്ലാത്തതാണ്. പിശാച് പണിയെടുക്കും. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട്. ഏതെങ്കിലും മദ്രസയിൽ ഈ രക്ഷിതാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് സുന്നത്ത് നോമ്പിനെ കുറിച്ച് ക്ലാസ് കൊടുക്കലുണ്ടോ? അപൂർവത്തിൽ അപൂർവ. എല്ലാ തിങ്കളും നോമ്പുണ്ടിട്ടോ, ഉമ്മമാരെ എടുത്തോളി, വാപ്പമാരെ നോമ്പെടുത്തോളൂ, ചെറുപ്പക്കാരെ നോമ്പെടുത്തോളൂ. ക്ലാസ് കേൾക്കലുണ്ടോ? ഇല്ല. മെഹറാജിന്റെ നോമ്പിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. നോട്ടീസ് വീട്ടിലേക്ക് വരും. വീട്ടിലെല്ലാവരും കുട്ടികളടക്കം നോമ്പെടുക്കണമെന്ന് പറയും. കാരണം അത് രേഖയിലില്ലാത്തതാണ്. അതാ പ്രത്യേകത, അതാ വ്യത്യാസം. അതുകൊണ്ടാ പണ്ഡിതന്മാര് പറഞ്ഞത്, ആളുകളൊക്കെ അതിനെ നന്മയായി കണ്ടാലും ബിദ്അത്ത് ബിദ്അത്താണ്, അത് വഴികേടാണ്, അത് നരകത്തിലേക്കുള്ളതാണ്. ഞാൻ എന്റെ വിഷയം അതല്ല, ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ച നോമ്പില്ലേ? അറബി മാസം 13, 14, 15 നോമ്പല്ലേ? ഷഅബാൻ മാസത്തിൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്ന മാസമാണ് ഏത്? ഷഅബാൻ മാസം. അതിന് ആളുകൾക്ക് ആവേശമുണ്ടോ? ഉണ്ടാവാറില്ല. ഇല്ലാത്തത് ചെയ്യാനാണ് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുക. അത് ഏത് വിഷയം. ഒരാൾ മരിച്ചാൽ അവിടെ നടത്തേണ്ട കർമ്മങ്ങളുണ്ട്. ഞാനത് വിശദീകരിക്കാൻ വേണ്ടി പറയില്ല. ആ കർമ്മങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പഠിപ്പിച്ച പോലെ പഠിക്കാൻ, പ്രിയപ്പെട്ടവരെ, ചെയ്യാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണ്. ഇപ്പൊ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഷാഫി മദ്ഹബിൽ അത് പാടില്ല. എന്ന ആയത്തിനെ വിശദീകരിച്ച് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്നവർ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇത് മയ്യത്തിന്റെ പ്രവർത്തനത്തിലോ അധ്വാനത്തിലോ പെട്ടതല്ല. ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം. ഇത് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ കസ്ബിലോ അമലിലോ പെട്ടതല്ല. മുത്തുനബി സൂചനാപരമായ തെളിവോ ഖണ്ഡിതമായ തെളിവോ നൽകിയിട്ടില്ല. ഒരു സൂചനാപരമായ തെളിവ് പോലുമില്ല. സ്വഹാബത്താരും ചെയ്തിട്ടില്ല. ഹംബലി മദ്ഹബും ഹനഫി മദ്ഹബൊക്കെ എടുത്താലോ, മരിച്ച ആ കിടക്കുന്ന മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതിയാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ മദ്ഹബ. പക്ഷേ വിരോധാഭാസം എന്ന് പറയാ,
കേരളക്കരയിൽ ഷാഫി മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ആ മദ്ഹബ് വേണ്ട എന്ന് പറഞ്ഞ കാര്യമാണ് ആവേശത്തോടു കൂടി ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? അതാ ഞാൻ പറഞ്ഞത്, എന്ത് ഇല്ല എന്ന് പറയുന്നോ അതിലേക്ക് ആവേശം പിശാച് ഉണ്ടാക്കി കൊടുക്കും. അള്ളാഹു നമ്മെ ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ മയ്യത്തിനെ കുറിച്ച് ആലോചിച്ച്, പരലോകത്തെ കുറിച്ച് ആലോചിച്ച്, നമ്മുടെ മരണത്തെ കുറിച്ച് ആലോചിച്ച്, ഈ പോകുന്ന വാപ്പയെ, ഈ പോകുന്ന ഉമ്മയെ, ഈ കൊണ്ടുപോകുന്ന മോനെ, ഈ കൊണ്ടുപോകുന്ന മോളെ, ഈ കൊണ്ടുപോകുന്ന ബന്ധുക്കളെ, അയൽവാസികളെ, മഹലിൽപ്പെട്ടവരെ, നാട്ടുകാരെ, ആ സുഹൃത്തിനെ, സഹോദരിയെ കുറിച്ച് ആലോചിച്ച്, പടച്ചവനെ എന്തു നല്ല ജീവിതം നയിച്ചവരായിരുന്നു, ഇതാ പോകുന്നു ഖബറിലേക്ക്. അതുകൊണ്ട് റബ്ബേ പടച്ചവനെ നല്ല മുഅ്മിനായി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ എന്ന് ഹൃദയം കൊണ്ട് ഓർക്കാൻ, മയ്യത്തിന് വേണ്ടി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ഹൃദയം കൊണ്ട് ഓർക്കാൻ ആ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ നമുക്ക് കഴിയണം. അതാണ് ധൃതിയിൽ മയ്യത്ത് കൊണ്ടുപോകണം. പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. അപ്പം മിണ്ടാതെ മൗനം പാലിക്കുമ്പോഴാണ് നല്ല ചിന്തകൾ മനസ്സിലേക്ക് വരിക. ദുഃഖമായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഓർക്കും. അങ്ങനെ ഓർത്ത് അള്ളാഹനെ സ്മരിക്കണം ആ സമയത്ത്. അതുകൊണ്ടാണ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറഞ്ഞു, മയ്യത്ത് കൊണ്ടുപോകുമ്പോ അസ്സുകൂത്ത് ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോ മിണ്ടാതെ പോകണം. ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക്, മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ഖുർആൻ കൊണ്ട് ശബ്ദമുയർത്തരുത്, ദിക്ർ കൊണ്ട് ശബ്ദമുയർത്തരുത്, വലാ ഗൈരി ദാലിക്, ഖുർആനുമല്ല ദിക്റുമല്ല അല്ലാത്തത് കൊണ്ടും ശബ്ദമുയർത്തരുത്, മൗനമായി പോകണം. എന്നിട്ട് ഈ ഷാഫി മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളോ ആവേശത്തോടുകൂടി ഉറക്കെ ദിക്ർ ചൊല്ലുന്നു. എന്താ കാരണം? അത് ഇസ്ലാമിൽ ഇല്ലാത്തത് ചെയ്യാൻ പിശാച് കൂടുതൽ പ്രേരണ കൊടുക്കും. എന്നാൽ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറഞ്ഞതോ, ഖുർആൻ ഓതിക്കൊണ്ട് പോലും നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല. കേട്ടില്ലേ ആ റിപ്പോർട്ട്? ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക്, ഖുർആനോ ദിക്റോ ചൊല്ലിക്കൊണ്ടോ ഓതിക്കൊണ്ടോ നിങ്ങൾ ശബ്ദമുയർത്തരുത്. വലാ ഗൈരി ദാലിക്, സംസാരിച്ചും പോവരുത്. മയ്യത്തിന്റെ കൂടെ മൗനമായി ഈ മയ്യത്തിനെ കുറിച്ച് ആലോചിച്ച്, ഖബറിനെ കുറിച്ച് ആലോചിച്ച്, പരലോകത്തെ കുറിച്ച് ആലോചിച്ച്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയർന്ന്, ദിക്റുകൾ ഉയർന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും കടന്നു പോകേണ്ടത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ പിശാച് സമ്മതിക്കൂല, പിശാച് സമ്മതിക്കൂല. ഇല്ലാത്തത് ചെയ്യാൻ നമ്മളെ കഠിനമായ പ്രേരണ നൽകും. അള്ളാഹു നമ്മെ എല്ലാ ബിദ്അത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ധാരാളം പ്രവർത്തിച്ച് ക്ഷീണിച്ച ഒരു മനുഷ്യനെ നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥ, ആ ഭാഗ്യം കെട്ട അടിമയുടെ കൂട്ടത്തിൽ നമ്മൾ ആരും പെടാതിരിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് സ്വകാര്യതയെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. എന്തിനാ ഇത് പറഞ്ഞത്? പിശാചിങ്ങനെ വലിക്കുക, പിശാചിങ്ങനെ ക്ഷമിക്കുക, ശിർക്കിലേക്ക് കൊണ്ടുപോകാനാണ്. പിശാച് പാടുപെട്ട് പണിയെടുക്കുക, ശിർക്കിലേക്ക് കിട്ടുന്നില്ലെങ്കിൽ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ബിദ്അത്തിലേക്കും കിട്ടുന്നില്ലെന്ന് കണ്ടാൽ പിശാചിന്റെ അടുത്ത സ്റ്റെപ്പ് അവന്റെ മുന്നിലേക്ക് ഒരു പെണ്ണിനെ പ്രത്യക്ഷപ്പെടുത്തല. നല്ല നിസ്കാരം നോമ്പൊക്കെയുള്ള ആളാ, ഓൻ ശിർക്ക് ചെയ്യൂല, ഓനെ ബിദ്അത്തുക്കും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പ് പിശാചിന്റെ പണി പെണ്ണ് റൂട്ടിൽ അവനെ പഴപ്പിക്കാൻ പറ്റുമോ നോക്കും. കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഇങ്ങനെ ഈ നൈമിഷിക സുഖങ്ങൾ നൽകിക്കൊണ്ട് അവനെ ഇസ്ലാമിന്റെ റൂട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റുമോ നോക്കും. പെട്ടുപോകും പലരും. അവർ നാളെ പടച്ചോന്റെ കോടതിയിൽ നമ്മുടെ മുന്നിൽ നല്ല മാന്യന്മാരാണ്. നമ്മുടെ ഹൃദയം തുറന്നു നോക്കാൻ ഇവിടെ ഒരു സംവിധാനവുമില്ല. റബ്ബിനറിയാം. ഈ പള്ളിയിൽ വന്ന നമ്മൾ ഓരോരുത്തരെ കുറിച്ചും, സംസാരിക്കുന്ന എന്നെ കുറിച്ച്, കേൾക്കുന്ന നിങ്ങളെ കുറിച്ച്, ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന റബ്ബിനറിയാം ഇവരുടെ ഹൃദയം എന്താണ് എന്ന്, ഇവിടെ നീയത്ത് എന്താണ് എന്ന്, ഇവിടെ രാവെങ്ങനെ, ഇവിടെ പകലെങ്ങനെ, ഇവിടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു, പ്രസന്റ് എങ്ങനെയാണ്, ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, അള്ളാഹുവിനറിയാം. നമുക്കതിന് സ്വാതന്ത്ര്യം തന്നു. റബ്ബ് നമ്മെ ഏറ്റവും നല്ല വഴിയിൽ നടന്ന ആ മുൻഗാമികളെ മാതൃകയാക്കിക്കൊണ്ട് നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകാൻ
സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമായി ഓർക്കാൻ വേണ്ടിയാണ്. നമുക്കൊക്കെ സുഖലോലുപതയിൽ പലതും മറന്നു പോകാറുണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്പൊ എനിക്കെന്താ ഇപ്പൊ കുഴപ്പമില്ലേ, എനിക്ക് 2 മക്കൾ ഉഷാറാണ്, നല്ല ബിസിനസ് ഉണ്ട്, നല്ല കച്ചവടമുണ്ട്, കുഴപ്പമില്ലാത്തൊരു ജീവിതമുണ്ട്. ഒരു ചെറിയ അസുഖം പ്രിയപ്പെട്ടവരെ തന്ന് പരീക്ഷിച്ചാൽ ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോകും. റബ്ബ് തന്നതാ. അതുകൊണ്ട് അവൻ തന്നതിനെ കുറിച്ച് ശരിക്കുള്ള ഓർമ്മ ഉണ്ടാകണം. നന്നായി മഗ്ഫിറത്ത് ചെയ്യണം. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും പടച്ചോനെ വല്ല പിഴവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൊണ്ടല്ല. ധൃതി കാണിക്കാൻ പറഞ്ഞിട്ടില്ലേ അല്ലാ? അല്ലേ? ധൃതി കാണിക്കാൻ പറഞ്ഞില്ലേ? വസാരിഉ, നിങ്ങൾക്ക് അറിയുന്നരായത്ത വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്തിനു വേണ്ടി എന്താ പറഞ്ഞത്? ധൃതി കാണിച്ചോളൂ. ചെറുപ്പക്കാരെ, തളിപ്പറമ്പ് ഈ പള്ളിയിൽ വന്നവരെ, നാളെ കഴിയട്ടെ, 2 ദിവസം കഴിയട്ടെ, 1 മാസം കഴിയട്ടെ, ചിന്തിക്കണ്ട. തെറ്റുണ്ടോ? ജുമാ കഴിഞ്ഞിട്ട് സുന്നത്തും കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് റബ്ബിനോട് കരഞ്ഞു പറ. സുന്നത്ത് നമസ്കാരങ്ങളിൽ സുജൂദിൽ കുറച്ച് സമയം ദീർഘമായി കിടന്ന് മനസ്സുകൊണ്ട് റബ്ബിനോട് പറ. കുറച്ച് കഴിയട്ടെ എന്ന് തീരുമാനിക്കല്ലേ. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ച, അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിന് വേണ്ടി, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണേ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഇസ്തിഗ്ഫാർ, മഗ്ഫിറത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണേ. അള്ളാഹു ധൃതി കാണിക്കുന്ന, ആ വിഷയത്തിൽ ധൃതി കാണിക്കുന്ന, ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.